പവിത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിക്രമും അച്ഛനും കൂടി ചേർന്ന് വേദയെ വിളിക്കാൻ പോയെങ്കിലും അവൾ വന്നില്ല. ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് മാത്രം പുറത്തിറങ്ങുമെന്നല്ലാതെ വിക്രമാണെങ്കിൽ ഫുൾ ടൈം റൂമിലാണ്. ആകെ സങ്കടം. നേരെ ചൂന് ഫുഡും വെള്ളമൊന്നും കുടിക്കാത്ത അവസ്ഥ. ഇത് കണ്ട് സങ്കടം തോന്നിയ അമ്മയാണെങ്കിൽ വിക്രമിനെ ചെന്ന് ഉപദേശിക്കുന്നു. നീ എന്താ മോനെ എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? എനിക്കറിയില്ലമ്മ എനിക്കെന്താ സംഭവിക്കുന്നതെന്ന്. വേദയില്ലാതെ ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. വേദ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അവളില്ലാതെ ഓരോ നിമിഷവും വളരെ പ്രയാസത്തിലാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ച കാര്യമാണ് അച്ഛൻ എന്നോട് സംസാരിക്കുക എന്നത്. അതിനു പോലും കാരണക്കാരിയായത് വേദയാണ്. അച്ഛനും ഞാനും ഒന്നായപ്പോൾ വേദയും ഞാനും തമ്മിൽ അകലേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമമൊക്കെ പറയുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി വന്നപ്പോഴത്തേക്കും അടുത്ത സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷത്തോടുള്ള ജീവിതം എനിക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിക്രം സങ്കടപ്പെടുന്നത് കണ്ടിട്ട് അമ്മയ്ക്കും അതിനേക്കാളും വിഷമമാകുന്നു. വളരെ സങ്കടത്തോടെയാണെങ്കിലും വിക്രമിൻ്റെ അമ്മ വിക്രമിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഞാനും മോൻ പറഞ്ഞതുപോലെ അച്ഛനും മോനും ഒന്നായി മാറുമെന്ന് കരുതിയതേയില്ല. അതിനെല്ലാം കാരണക്കാരിയായത് എൻ്റെ വേദമോളാണ്. എനിക്ക് ഉറപ്പുണ്ട് മോനെ, ഒരിക്കലും വേദയ്ക്ക് മോനെ മറക്കാനോ വെറുക്കാനോ പറ്റില്ലെന്ന്. ഇപ്പം മാറി നിൽക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്നാണ് ഈ അമ്മ വിശ്വസിക്കുന്നത്. വേദമോൾക്ക് മോനോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഇതിനപ്പുറം എപ്പോഴേ മോനെ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു. എന്തോരം സാഹചര്യം വേദമോൾക്ക് തിരികെ പോകാനുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ വീട് വിട്ടോ ഈ വീട്ടിലെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന മോളല്ലേ വേദ. അധികം ദിവസമൊന്നും മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഉറപ്പായും വേദമോൾ തിരികെ വരും. ഈ അമ്മയെ പറയുന്നത്. ഇപ്പം വേദമോൾ മാറി നിൽക്കുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാരണമാകാം. മോൻ്റെ സ്വഭാവം മാറ്റിത്തരുമെന്ന് മോൾ എനിക്ക് വാക്ക് തന്നിരുന്നു. ആ വാക്ക് പരിപൂർണമായിട്ടും അവൾ പാലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോൾ ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്മ വരുന്ന എന്തെങ്കിലും കാര്യത്തിന് തന്നെയാകുമെന്നാണ് ഈ അമ്മ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പം വിക്രമിന് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. നമ്മുടെ വരുണിനാണെങ്കിൽ അച്ഛനും ശ്രീകാന്തും തമ്മിലുള്ള ഇടപാടുകളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ദീപ്തിയുടെ സഹോദരനാണെങ്കിൽ പോലും അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാനും വിക്രമൻ ചേട്ടനും തമ്മിലുള്ള അടുപ്പം അച്ഛൻ അറിയാവുന്നതല്ലേ. അയാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒടുക്കം വിക്രമൻ ചേട്ടനോട് അച്ഛൻ വെച്ച് പുലർത്തിയ പകയും പ്രതികാരവും ശ്രീകാന്തേട്ടനോട് കാണിക്കേണ്ടി വരും. അയാൾ ചതിക്കും. അത് മറക്കണ്ടെന്ന് പറയുമ്പം ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് നീ തൽക്കാലം അറിയണ്ടെന്നും എന്ത് വേണമെന്ന് അച്ഛൻ അറിയാമെന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട് വരുണിനെ. എന്നാൽ വരുണിൻ്റെ സംസാരത്തിൽ നിന്ന് പന്തികേട് തോന്നിയ വാസവനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് കാണാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ അവിടെ ശ്രീകാന്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വാസവൻ വന്നത് ശ്രീകാന്ത് പോലും അറിഞ്ഞില്ല. അവർ സംസാരിക്കുന്ന സംസാര വിഷയം വാസവനെക്കുറിച്ച് ആയതുകൊണ്ട് തന്നെ അതെന്താണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വാസവനെ അവരെല്ലാവരും കൂടി ചേർന്ന് പറ്റിക്കുവാണെന്നുള്ള കാര്യം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ, അതായത് ശ്രീകാന്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ വാസവൻ മനസ്സിലാക്കുന്നു. വിക്രമനെയും വാസവനെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് നേട്ടം കൊയ്യാൻ പ്ലാൻ ചെയ്യുന്ന ശ്രീകാന്തിൻ്റെ ആ കുരുട്ട് ബുദ്ധി മനസ്സിലാക്കിയ വാസവനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ കവളത്ത് ആഞ്ഞടിക്കാനുള്ള കലി തോന്നുന്നെങ്കിലും തൽക്കാലം അതിനൊന്നും പുറപ്പെടുന്നില്ല. താൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ കാര്യം ശ്രീകാന്ത് തൽക്കാലം അറിയണ്ട എന്നുള്ളൊരു തോന്നലിൽ തന്നെ വാസവൻ വീണ്ടും അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ട്. സുധാകരൻ സാറിനെ തട്ടിക്കൊണ്ടുവന്ന് വേദയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവളെ വീട്ടിലെത്തിച്ചതും ദർശനുമായിട്ടുള്ള വിവാഹം അധികം താമസിക്കാതെ നടത്തണമെന്നുള്ളതും ആ വാസവൻ ഇത്രയും മണ്ടനായതുകൊണ്ട് എന്തു തന്നെ നമ്മൾ പറഞ്ഞാലും അയാൾ വിശ്വസിക്കും എന്നൊക്കെ പറയുന്നത് എല്ലാം നമ്മുടെ വാസവനാണെങ്കിൽ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ദീപ്തിയുടെ പേരും പറഞ്ഞ് വാസവനെ ഒപ്പത്താക്കിയതിനെക്കുറിച്ചും ആ വരുണിനെ പോലെ ഒരു തെമ്മാടിക്ക് പെൺവിഷയവും കഞ്ചാവും മയക്കുമരുന്നുമായിട്ട് നടക്കുന്ന അവനെ പോലെ ഒരു തെമ്മാടിയെ വിക്രമിനേക്കായും മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കുമോ ഞാൻ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും വാസവന് ഇല്ലാണ്ടായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ട് ശരിക്കും പറഞ്ഞാൽ വാസവനാണെങ്കിൽ ഞെട്ടിത്തരിച്ചു പോകുന്നു. തൻ്റെ മകൻ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന വാസവൻ ചില ഉറച്ച തീരുമാനങ്ങൾ മനസ്സാലെ എടുക്കുന്നുണ്ട്. മാത്രമല്ല എങ്ങനെയെങ്കിലും വാസവനെ കൊണ്ട് വിക്രമനെ ഇല്ലാണ്ടാക്കാനും ആ ഒരു കൊലക്കുറ്റം എങ്ങനെയെങ്കിലും വാസവൻ്റെ തലയിൽ ചാർത്തി കൊടുക്കാൻ സാക്ഷി പറഞ്ഞ് വാസവനെ ഒരു കുറ്റക്കാരനാക്കാനുമുള്ള ഇവരുടെ പ്ലാനെല്ലാം മനസ്സിലാക്കി വാസവനാണെങ്കിൽ നേരെ വീട്ടിൽ ചെന്ന് വരുണിനോട് ശ്രീകാന്തിൻ്റെ ചതിയെക്കുറിച്ച് തുറന്നു പറയുന്നു.
വിക്രമേട്ടനെ പോലെയല്ല, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. കൂടെ നിന്ന് ചതിക്കുന്ന ഒരു ചതിയനാണെന്ന് ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം വാസവൻ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വിക്രമനെ ഇനി ഒരു ശത്രുവായി കാണില്ലെന്നും ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് ഏറ്റുപറയണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വരുണിനും ഒരുപാട് സന്തോഷമാകുന്നു. എന്തായാലും ശ്രീകാന്തിൻ്റെ ചതി വച്ചു പൊറുപ്പിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ വാസവനാണെങ്കിൽ വിക്രമൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. വിക്രമനാണെങ്കിൽ വാസവനെ കാണുമ്പോഴത്തേക്കും ആകെ ദേഷ്യം വരുന്നു. ഇയാളെ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് അയാളെ അപമാനിക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വീട്ടിൽ വരുന്ന അതിഥിയെ അയാൾ എത്ര ശത്രുവാണെങ്കിൽ പോലും സ്വീകരിച്ചിരുത്തണം. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കണം എന്നൊക്കെ പറയുമ്പം ചെയ്തു പോയ എല്ലാ തെറ്റിനും മാപ്പ് ഏറ്റു പറയുന്നുണ്ട് വാസവൻ. മാത്രമല്ല വേദ വീട് വിട്ടു പോകാൻ കാരണം എന്താണെന്ന് തുറന്നു പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടുന്നുണ്ട്. വിക്രമനാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ചതി മനസ്സിലാക്കി വേദയെ സ്വന്തമാക്കാൻ ഇറങ്ങുന്ന ഭാഗം അധികം താമസിക്കാതെ കാണാനാകും.